രാഷ്ട്രീയത്തിലെ ക്രിമിനലുകളെ ഉന്മൂലനം ചെയ്യാനുള്ള പുതിയ ബില്ല് വരുന്നുണ്ട്. സന്തോഷിക്കാനുള്ള വാർത്തയാണ്. 30 ദിവസം ജയിലിനകത്തായിരുന്നെങ്കിൽ അവർക്ക് സ്ഥാനം നഷ്ടപ്പെടും. ഒരു കുഴപ്പമേ ഉള്ളൂ, കുറ്റം തെളിയിക്കപ്പെടണം എന്നില്ല. ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ആഭ്യന്തരമന്ത്രി തന്നെയാണ്. ഇതിന്റെ ടൈമിംഗ് കൂടി ഒന്ന് മനസ്സിലാക്കണം. വോട്ട് ചോരി അലിഗേഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ചെറിയ ഡൈവേർഷൻ ടാക്ട് തന്നെയല്ല, ഇവരുടെ കോൺഫിഡൻസ് ശിഷ്ടജീവിതത്തിൽ ഒരിക്കലും അധികാരമില്ലാതെ ഇരിക്കേണ്ടി വരില്ല എന്ന് മോഡിക്കും കൂട്ടാളികൾക്കും ഉറപ്പാണ്. ഉദാഹരണത്തിന് സത്യേന്ദ്ര ജെയിന്റെ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം. ഡൽഹി ആം ആദ്മി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു ഇദ്ദേഹം. വൈദ്യുതി, വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുക, മൊഹല്ല ക്ലിനിക്കുകൾ സ്ഥാപിക്കുക, അങ്ങനെ ഒട്ടനവധി നല്ല കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. 2 കൊല്ലമാണ് ഇദ്ദേഹം ജയിലിൽ കിടന്നത് വിത്തൗട്ട് ട്രയൽ ഓർ കൺവിക്ഷൻ. ഡൽഹിയിൽ BJP വന്നു, അദ്ദേഹത്തെ കൊണ്ട് ഉപകാരമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെ തെളിവില്ലെന്ന് കണ്ട് വെറുതെ വിടുകയും ചെയ്തു. 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നതൊക്കെ പഴങ്കഥ. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ജയിലിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. UA, PA, PMLA തുടങ്ങിയ കിരാത നിയമങ്ങൾ ഏതെങ്കിലും ഒന്ന് അടിച്ചു കിട്ടിയാൽ മതി, ജയിലിനകത്താവും. കുറ്റവാളി അല്ല എന്ന് തെളിയിക്കേണ്ട ചുമതല നമുക്ക് തന്നെയാണ്. ഇങ്ങനെ ജയിലിൽ അടയ്ക്കാനുള്ള ഒരുപാട് പഴുതുകൾ ഇവർ നിയമത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോടതി ഉൾപ്പെടെയുള്ള നീതിന്യായ വ്യവസ്ഥകൾ ഇവരുടെ കൈപ്പിടിയിലുള്ളപ്പോൾ ഇവർക്ക് എന്ത് പേടിക്കണം? ഇവർക്ക് എന്തുമാവാം.